നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ ഓണാഘോഷ കാഴ്ചകൾ തുടരുകയാണ്. അജ്മാനിൽ മാവേലിയും മാലാഖ കുട്ടികളും ചേർന്നൊരുക്കിയ വ്യത്യസ്തമായ ഓണാഘോഷ കാഴ്ചകളിലേക്ക് അടക്കാം. ഇത്തവണ ആദ്യം ഹെവൻലി ഏഞ്ചൽസ് എന്ന പേര് പോലെ പുഞ്ചിരിച്ചോടി നടക്കുന്ന മാലാഖ കുരുന്നുകൾക്കായി വ്യത്യസ്തമായ ഓണാഘോഷം. തിരുവോണം കഴിഞ്ഞും ഓണമേളങ്ങൾ അവസാനിക്കാത്ത പ്രവാസ ലോകത്തെ വളരെ വ്യത്യസ്തമായ ഉത്സവത്തിമർപ്പ്. അത്തരമൊരു ആഘോഷത്തിനാണ് അജ്മാൻ കഴിഞ്ഞ ദിവസം വേദിയായത്. രാവിലെ മുതൽ മാവേലിയും മാലാഖ കുഞ്ഞുങ്ങളും ആഘോഷത്തിൽ അമർന്ന ദിനം. ഹെവൻലി ഏഞ്ചൽസ് UAE-യിലുള്ള ഭിന്നശേഷിക്കാരായ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെയും പാരൻസിൻ്റെയും അവരുടെ സിബ്ലിങ്സിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊരു സന്തോഷമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്. പലർക്കും ഇങ്ങനെ സെലിബ്രേഷനിലെല്ലാം പുറത്തുള്ള കൊണ്ടുപോകാൻ വിഷമമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും സന്തോഷമായിട്ട് വന്ന് റിലാക്സ് ചെയ്തിട്ട് ആഘോഷിച്ച് പോകാനുള്ളൊരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക. പിന്നെ അത് കൂടാതെ കുട്ടികളുടെ ടാലൻറ്റ് പ്രോത്സാഹിപ്പിക്കാനും സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓണം ഇസ് സെലിബ്രേഷൻ. എല്ലാവരും റിലാക്സ് ചെയ്ത് സദ്യ അടിക്കുക, കുട്ടികളുടെ പരിപാടികൾ കാണുക, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം. പുഞ്ചിരിച്ചോടി നടക്കുന്ന കുരുന്നുകളും ആഘോഷ കാഴ്ചകൾ ആസ്വദിക്കുന്ന മാതാപിതാക്കൾക്കും ഈ ഉത്സവം ഏറെ പ്രിയപ്പെട്ടതാകുന്നതിന് കാരണം പലതാണ്. UAE-യിലൊരു പ്രത്യേകതയാണ്, ചിങ്ങമാസം തുടങ്ങിയാൽ കന്നി തുലാം മാസം വരെ ഓണം ഉണ്ടാവും. പക്ഷെ അങ്ങനെ എല്ലാ ഞായറാഴ്ചകളും ഓണം ഉണ്ടെങ്കിലും ഈ ഒരു ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ കുഞ്ഞുമക്കളുമായിട്ട് ഇവിടെ വരാം, ഞങ്ങൾക്ക് അവരെ എന്ത് ചെയ്യും എന്നുള്ളതിന് ഓർത്തിട്ടൊരു വിഷമോ അല്ലെങ്കിൽ ഒരു ജാഗ്രതയുടെ ഒരു ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം. അപ്പോൾ മറ്റേത് ഓണത്തിന് പോയാലും നമ്മൾ വളരെ ടെൻഷനിൽ അവനെ പിടിച്ച് നിൽക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയില്ല. ഈ ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു കുടുംബത്തിലേക്ക്, ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വന്നൊരു പ്രതീതിയാണ്. കാരണം ജ്യേഷ്ഠ സ്ഥാനത്തും സഹോദര സ്ഥാനത്തും സഹോദരിമാരുടെ സ്ഥാനത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങൾ. ഇപ്പോൾ എൻ്റെ മോനെ ഞാൻ ഒരിക്കലും കൈവിടാറില്ല സാധാരണഗതിയിൽ. ഇന്ന് അവൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എനിക്കറിയാം ഞാനില്ലെങ്കിലും ഈ ഓണത്തിൻ്റെ ആഘോഷത്തിനിടയ്ക്ക് അവനെ നോക്കാൻ മറ്റുള്ളവരുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഓണത്തിന്. എനിക്കതാണ് ബേസിക്കലി ഈ ഓണത്തിന് വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള നിൽക്കുന്നതിൻ്റെയും ഒരു നല്ലൊരു എഫക്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവൻ നാട്ടിൽ സെൻറ്റ് തോമസ് കോളേജിൽ BCom ചേർന്നു, ബാങ്കിങ് ഫൈനാൻസ് പഠിക്കുന്നു. സ്വന്തം ക്ലാസ്സിൽ പോയിരിക്കും, ഓർമ്മ കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യും. അത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അച്ചീവ്മെൻ്റാണ്. അത് മെയിൻലി പറയേണ്ട സംഗതിയാണ്. കാരണം ഈ കുട്ടികളെ തന്നെ വേറെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് വേണം കൊണ്ടുനടക്കാനേ. ഇതാവുമ്പോൾ അങ്ങനെയില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രീയാണ്. മറ്റു കുട്ടികൾ ആരെങ്കിലും നോക്കും അവൻ്റെ ആ ഡെവലപ്മെൻറ്റ്. മാവേലിയായി എത്തിയതും കൂട്ടായ്മയിലെ മിടുക്കൻ തന്നെ. പൂക്കളമൊരുക്കാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഓരോരുത്തരും സജീവമായിരുന്നു. കുട്ടികളാണ് മാവേലി. എല്ലാം ഇക്കൊല്ലം കൂടുതൽ കൾച്ചർ പ്രോഗ്രാംസ് ഉണ്ട്. ഇക്കൊല്ലം ഞങ്ങൾ കൾച്ചർ പ്രോഗ്രാംസിന് ആദ്യം ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതൊരു ഓണം എന്താണ് എന്ന് മനസ്സിലാക്കാനും, എന്താണ് മാവേലി, എന്തൊക്കെയാണ് ഇതിൽ നമ്മളെ ഓണപ്പാട്ട്,
ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിനെ കാണുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഭയങ്കര എൻ്റെ മോൻ തന്നെ ഓട്ടിസമുള്ളൊരു കുട്ടിയാണ്. അവന് ഇന്നലെ മുതൽ ഓണം എന്നുള്ള ആ ഒരു അവൻ്റെ മനസ്സിലതുണ്ട്, അത് പങ്കെടുക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ മുതൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണി വന്നു, പൂക്കളങ്ങൾ എല്ലാം ഉണ്ടായി, എല്ലാത്തിലും പങ്കെടുത്തു. അതൊരു വളരെ ഒരു സന്തോഷകരമായ, എല്ലാ പേരൻസിനും അതിലൊരു ചേർന്നിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു ഭാഗത്ത് കുട്ടികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. തുണി, പേപ്പർ എന്നിവയുൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ വസ്തുക്കൾ പരിപാടിക്കെത്തിയവരെ ആകർഷിച്ചു. ഓട്ടിസം അവസ്ഥയുള്ള കുട്ടിയാണ്. ഇപ്പോൾ 3.5 വയസ്സായപ്പം 2.5 വയസ്സിലൊക്കെയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അന്നോട്ട് നമ്മൾ എല്ലാ ട്രെയിനിങ്ങുകളും സ്റ്റാർട്ട് ചെയ്തു. അവന് പറ്റുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ എക്സ്പോഷർ കൊടുത്തു. അപ്പോൾ ഇപ്പം ഒരുപാട് ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് ദുബായിൽ. അപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ട്രെയിനിങ് ഇങ്ങനത്തെ പെൻസിൽ പൗച്ചുകൾ, കുഷ്യൻ കവറുകൾ, പിന്നെ സാരി, ഷോള്, ടോട്ട് ബാഗുകൾ എല്ലാം ചെയ്യും. നമുക്ക് എല്ലാ ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ ഇപ്പം പിന്നെ ദുബായിൽ പല പ്രോഗ്രാംസിന് ഇങ്ങനെ ഇതുപോലെ സ്റ്റോൾ ഇടാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. സ്കൂളിൽ നിന്നാണ് നല്ല സപ്പോർട്ട് അവന്. ഇവിടെ ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്, ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിൽ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അവനെ പഠിപ്പിക്കുന്നതും അല്ലാതെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വരെ ഓർഡർ തരാൻ തുടങ്ങി. നിശ്ചയദാർഢ്യ വിഭാഗത്തിൽപ്പെട്ട മകനുമായുള്ള ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മനോഹരമായി പകർത്തിയെഴുതിയ അല്ലൂസിനൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പരിപാടിക്കിടെ നടന്നു. സാബിർ KV ആണ് പുസ്തകം എഴുതിയത്. 20 മുതലാണ് ഞാൻ ഫേസ്ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം മോൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ പറയാൻ തുടങ്ങി. അത് ഒരുപാട് സ്പെഷ്യൽ പാരൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്തുകൊണ്ടൊരു പുസ്തകമാക്കിക്കൂടാ. ഈ 2023 അവസാനം ആണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല, എഴുത്തെൻ്റെ മേഖലയല്ല. അപ്പോൾ ഈ നിർദ്ദേശം വെച്ച ആൾ പറഞ്ഞു നമുക്കൊരു പോളിടാം, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പുസ്തകമാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പോളിട്ടു, ഒരു 200 പേര് ഈ പുസ്തകം എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് തുടങ്ങി. പിന്നെ ഇതിൽ എനിക്ക് ഭാവനയോ സങ്കല്പമോ പറ്റില്ല, കാരണം പറയുന്നൊരു ജീവിതമാണ്. അപ്പോൾ എല്ലാം തെറ്റില്ലാതെ, അപ്പോൾ ഒരു കവിത എഴുതുന്ന, ഒരു കഥ എഴുതുന്ന ആൾക്ക് എപ്പോഴും പറയാം അത് കവിയുടെ സങ്കല്പമാണ്. പക്ഷേ ഇത് ജീവിതമായതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിരുന്നു. 8 മാസം 9 മാസം എടുത്തു ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാവാൻ. ഓട്ടിസം മാത്രമല്ല, കാരണം ഇതിൽ എനിക്ക് 2 മക്കളാണ്. ഒരു നോർമൽ മോനും ഒരു സ്പെഷ്യൽ കുട്ടിയും. ഇതിൽ 2 പാരൻറ്റിങ്ങും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുരുന്നുകളുടെ എല്ലാത്തരം കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ വരും ആഴ്ചകളിൽ കായിക പരിശീലന പരിപാടികൾ ആരംഭിക്കുമെന്നും കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു. ആഴ്ച മുതൽ സ്പോർട്സ് തുടങ്ങും. അപ്പം എഞ്ചിൽ സ്പോർട്സ്, പിന്നെ അവർക്ക് സ്പോർട്സിലും പങ്കെടുക്കാം. നമ്മൾ തന്നെ ഇവർക്ക് വേദികൾ ഒരുക്കി കൊടുക്കണമല്ലോ.
പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളാണ് പുതുജീവിതത്തിലേക്ക് മടങ്ങുന്നത്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യക്കാരോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പൊതുമാപ്പ് കാലയളവിൻ്റെ പകുതി പിന്നിടുകയാണ്. രാജ്യത്ത് അനധികൃതമായി കഴിയുന്നവർക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങാനും ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് രേഖകൾ ശരിയാക്കി പുതിയ വിസയിൽ രാജ്യത്ത് തുടരാനും അനുവദിക്കുന്ന ചേർത്തുപിടിക്കലിൻ്റെ വലിയ കാഴ്ചകൾ സമ്മാനിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. സുരക്ഷിത സമൂഹത്തിനായി എന്ന പ്രമേയത്തിൽ UAE നടപ്പാക്കി വരുന്ന പൊതുമാപ്പ് പദ്ധതിയിൽ അമർ കേന്ദ്രങ്ങൾ മുഖേന പതിനായിരങ്ങളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തി പുതുജീവിതത്തിലേക്ക് ഓരോ ദിവസവും കടക്കുന്നത്. ദുബായിലെ 86 എമർ സെന്ററുകൾ നിലവിൽ റെസിഡൻസി പുതുക്കൽ, സ്റ്റാറ്റസ് ക്രമീകരണം, എക്സിറ്റ് പെർമിറ്റ്, നഷ്ടപ്പെട്ട ഡോക്യുമെന്റ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യക്കാർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർപ്പിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാ സഹായവുമായി രംഗത്തുണ്ട്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ 4000-ലധികം ആളുകളാണ് കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടത്. അവരിൽ 550 പേർക്ക് എക്സിറ്റ് പെർമിറ്റും പുതിയ ജോലി കണ്ടെത്തിയ 600 പേർക്ക് താൽക്കാലിക പാസ്പോർട്ടും അനുവദിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം 800 എമർജൻസി സർട്ടിഫിക്കറ്റുകളും അപേക്ഷകർക്ക് നൽകിയതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. അതിനിടെ UAEയിലെ ഇന്ത്യക്കാർക്ക് നയതന്ത്ര കാര്യാലയങ്ങളെ ആശ്രയിക്കാമെന്നും മറ്റ് ഏജൻസികളെ സമീപിക്കേണ്ടതില്ല എന്നും സർക്കാർ ഫീസുകളല്ലാതെ കോൺസുലേറ്റ് മറ്റ് യാതൊരു ഫീസും ഈടാക്കുന്നില്ലെന്നും സൗജന്യ സേവനമാണ് നൽകി വരുന്നതെന്നും സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കി. Indian nationals can come to consulate. That is a simple message that you can give. Don't be confused if you have, whether you are eligible for amnesty or not, whether you have a case, whether you have any other problem, please contact consulate. That's a simple message. As I told you, we are giving Amer Center services here. We are almost end-to-end services where they just, even exit permits are printed here. In many cases, unless you have to give up biometrics, you might not have to go to Avir also. You can just take the exit permit here, you can take the emergency certificate issued here, get a ticket if you have ticket ability to purchase a ticket, or if somebody can sponsor your ticket, which also we are trying to support you, you can go to the airport. So don't go to airport. If you have a doubt, any doubt of any kind, please come to the consulate. അതേസമയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് 25%, എയർ ഇന്ത്യ 15% ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔട്ട് പാസ് ലഭിച്ചവർ 14 ദിവസത്തിനകം രാജ്യം വിടണമെന്ന നിയമം പൊതുമാപ്പിനോടനുബന്ധിച്ച് ഇളവ് ചെയ്തിട്ടുമുണ്ട്. പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതുവരെ ഇവർക്ക് UAEയിൽ തുടരാം. ഇതിനിടെ UAEയിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ ഔട്ട് പാസ് റദ്ദാക്കി വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കി ജോലിയിൽ പ്രവേശിക്കാമെന്നും ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കി. പദ്ധതി തുടങ്ങിയ സെപ്റ്റംബർ 1 ശേഷം നടത്തിയ നിയമലംഘനങ്ങൾക്ക് പൊതുമാപ്പ് ബാധകമാവില്ല. ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ തുടർന്ന് നാടുകടത്താൻ വിധിക്കപ്പെട്ടവർക്കും പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ല. കോടതി വഴി കേസുകൾ ഒത്തുതീർപ്പാക്കിയ ശേഷം മാത്രമേ ഇവർക്ക് ഇളവ് നൽകുന്ന കാര്യം പരിഗണനയിൽ പോലും വരുമെന്നും അധികൃതർ വ്യക്തമാക്കി. അവസാനം വരെ കാത്തു നിൽക്കാതെ പൊതുമാപ്പിന്റെ പ്രയോജനങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അധികൃതർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ 800-51-11 വിളിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. റിയാദ് മെട്രോയുടെ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടുകൂടി റിയാദ് മെട്രോ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്. ആഗോളതലത്തിൽ ഒറ്റഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മെട്രോ പദ്ധതിയാണ് റിയാദ് മെട്രോ. ബ്ലൂ,
റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ എന്നീ നിറങ്ങളിൽ 6 ട്രാക്കുകളും 84 സ്റ്റേഷനുകളും ഉൾപ്പെടുന്ന റിയാദ് മെട്രോ തലസ്ഥാന നഗരിയുടെ മിക്ക ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും. 176 കിലോമീറ്ററാണ് മെട്രോയുടെ ദൈർഘ്യം. ഈ വർഷം തന്നെ റിയാദ് മെട്രോയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് സേവന മന്ത്രി സാലി അൽ ജാസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് സോണിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൽ അറേബ്യ ബിസിനസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അൽ ജാസർ ഇക്കാര്യം പറഞ്ഞത്. അതോടൊപ്പം മെട്രോയുടെ പ്രവർത്തനം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പദ്ധതിയുടെ കരാർ കമ്പനിയുടെ മേധാവി ഫഹദ് അൽ ഖഫാരിയും അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ 40,000-ഓളം ജീവനക്കാർ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിൽ ഒന്നായിരിക്കും റിയാദ് മെട്രോ. കിങ് ഖാലിദ് അന്തർദേശീയ വിമാനത്താവളം, കിങ് അബ്ദുള്ള സാമ്പത്തിക മേഖല, വിവിധ യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ റിയാദ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 84 റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിനെ വടക്ക് നിന്ന് ആരംഭിച്ച് തെക്ക് ദാറുൽ ബൈദയിൽ അവസാനിക്കുന്ന ബ്ലൂ ലൈൻ ഉലയ, ബദ്ഹ തെരുവുകളിലൂടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ലൈനിന്റെ അധിക ഭാഗവും ഭൗമാന്തർ ഭാഗത്തെ തുരങ്കങ്ങളിലൂടെയാണ്. ഏറ്റവും നീളം കൂടിയ ഓറഞ്ച് ലൈൻ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അൽ മദീന, മുനവറ, അമീർ സഅദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ അവൽ റോഡുകൾ എന്നിവയിലൂടെ കടന്നു പോകും. കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് മഞ്ഞ ലൈൻ. ഗ്രീൻ ലൈനിന്റെ നീളം 12.9 കിലോമീറ്റർ ആണ്. പർപ്പിൾ ലൈൻ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആരംഭിച്ച് ഇമാം മുഹമ്മദ് ബിൻ സയ്യിദ് യൂണിവേഴ്സിറ്റിയിലൂടെ കടന്ന് അമീർ സഅദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ അവൽ റോഡിൽ അവസാനിക്കും. പരിസ്ഥിതി സൗഹൃദ നയത്തിന്റെ ഭാഗമായി നഗരത്തിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രോണിക് ട്രെയിനുകളാണ് റിയാദ് മെട്രോയ്ക്കായി സർവീസ് നടത്തുക. പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് മെട്രോ സ്റ്റേഷനുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. $22.5 ബില്യൺ പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 12 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ മെട്രോയ്ക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മെട്രോ റെയിൽ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ റിയാദ് നഗരത്തിലെ ശക്തമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. റിയാദ് നഗരത്തിനുള്ളിലെ യാത്രകളിൽ 90% സ്വകാര്യ കാറുകളിലൂടെയും ബാക്കി 10% ടാക്സികളും ഡെലിവറി വാഹനങ്ങളും ഉപയോഗിച്ചാണ് നടത്തുന്നത്. മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് വലിയ ആശ്വാസമായിരിക്കും വരിക. റിയാദ് മെട്രോ പദ്ധതി ഗതാഗത കുരുക്കും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ നിരവധി പ്രധാന കോൺഫറൻസുകൾക്കും എക്സിബിഷനുകൾക്കും റിയാദ് നഗരം ആതിഥേയത്വം വഹിച്ചിരുന്നു. ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് വലിയ നിരവധി പദ്ധതികൾ റിയാദിലെത്താൻ സഹായിക്കും. എക്സ്പോ 2034 ലോകകപ്പ് എന്നിവയ്ക്കായി ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കാൻ തുടങ്ങിയ സമയമാണിത്. ഈ സാഹചര്യത്തിൽ റിയാദ് മെട്രോയ്ക്ക് സാധ്യതകൾ ഏറെയാണ്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.